Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 2. In Module 2, today we are entering into long lines and its rigorous solution followed by ABCD constants of a transmission line. Long transmission line. നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻസ് പഠിച്ചു, മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസ് പഠിച്ചു. ആ രണ്ട് കേസിലുള്ള മാറ്റം എന്താണ്? ലോങ്ങിലോട്ട് വരുമ്പം ലെങ്ത് ഭയങ്കര കൂടുതലാണ്, എബൌട്ട് 150 കിലോമീറ്റർ. അതിന്റെ ആ ലെങ്ത്തും അതിന് മുകളിലോട്ടും വരുന്ന ഒരുപാട് ലെങ്ത് ഉള്ള ലൈൻസ് ആണ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നത്. കൂടാതെ അതിന്റെ ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്ന് പറയുന്നതും ഭയങ്കര കൂടുതലാണ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷോർട്ടിലും മീഡിയത്തിലും ചെയ്ത പോലുള്ള അസംഷൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈൻ കോൺസ്റ്റന്റ്സ് എല്ലാം ട്രാൻസ്മിഷൻ ലൈനിൽ യൂണിഫോംലി എൻറ്റയർ ലെങ്ത്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് എടുക്കണം. ഓക്കെ, എന്നിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറെ സീരിയസ് ആയിട്ടുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. കാരണം ബാക്കി നമുക്കറിയാം, നേരത്തെ കേസിലുള്ള നമ്മൾ ചെയ്തത് പല കാര്യങ്ങളും നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടുത്തെ കേസിൽ നമുക്കത് പറ്റില്ല, എല്ലാം അറ്റ് എ ടൈം കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കേസിൽ നമ്മൾ റിഗറസ് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്താണ്, ലോങ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ മറ്റേതുമായിട്ടുള്ള മാറ്റം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് പഠിക്കാം. ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുമ്പം ഓക്കെ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഒരു 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ ഒരു ഫേസ് ടു ന്യൂട്രൽ ബേസിസിൽ വരച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? n സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ ലൈൻ കോൺസ്റ്റന്റ്സ് എല്ലാം ഓരോ സെക്ഷനിലും 1/n ആയിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. ദാറ്റ് ഈസ് r/n xl/n, r/n xl/n, r/l xl/n. ഓക്കെ, സോ റെസിസ്റ്റൻസ് ഇൻഡക്ടൻസും കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ സീരീസ് എലമെന്റ് ആയിട്ട് 1/n ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ വേറെ രണ്ട് കാര്യങ്ങളുണ്ട് ഷണ്ട് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ലീക്കേജ് സസെപ്റ്റൻസും അതുകൂടാതെ ലീക്കേജ് കണ്ടക്ടൻസും. ഓക്കെ, ലീക്കേജ് സസെപ്റ്റൻസ് എന്ന് പറയുന്ന ബി ആണ്, അതുപോലെ ലീക്കേജ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ജി ആണ്. ഓക്കെ, എങ്ങനെയാണ് ലീക്കേജ് സസെപ്റ്റൻസ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ദ കപ്പാസിറ്റൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ന്യൂട്രൽ. അതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ലീക്കേജ് സസെപ്റ്റൻസ് ഉണ്ടാകുന്നത്. ലീക്കേജ് കണ്ടക്ടൻസ് ഉണ്ടാകാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസുലേറ്റേഴ്സിലുള്ള എനർജി ലോസ് കൊണ്ട്, കൂടാതെ കൊറോണ എഫക്റ്റ് കൊണ്ടൊക്കെയാണ് എന്തുണ്ടാകുന്നത്? ലീക്കേജ് കണ്ടക്ടൻസ് ഉണ്ടാകുന്നത്. സോ ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഷണ്ട് എലമെന്റ്. ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് g² പ്ലസ് b² ആയിരിക്കും ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈനിന്റെ അനാലിസിസ് നമുക്ക് എങ്ങനെ റിഗറസ് മെത്തേഡ് വഴി പ്രൊസീഡ് ചെയ്യാം നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഒരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്മോൾ എലമെന്റ് ഓഫ് ലെങ്ത് dx ഈസ് കൺസിഡേർഡ്. ഓക്കെ, അത് എവിടെയാ സിറ്റുവേറ്റ് ചെയ്യുന്നത്? റിസീവിംഗ് എൻഡിൽ നിന്നും x ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ dx എന്ന് പറയുന്ന എലമെന്റ് ഇരിക്കുന്നത്. ഓക്കെ, അതിൽ z എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സീരീസ് ഇംപിഡൻസ് ഓഫ് ദ ലൈൻ പെർ യൂണിറ്റ് ലെങ്ത്. y is the shunt admittance of the line per unit length. V is the voltage at the end of element towards receiving end. Okay, voltage at the end of element towards receiving end ആണ് V എന്ന് പറയുന്നത്. അപ്പൊ V plus dV എന്തായിരിക്കും? voltage at the end of element towards the sending end അല്ലേ? അതാണ് V plus dV എന്ന് പറയുന്നത്. I plus dI എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് ദ കറന്റ് എൻറ്ററിംഗ് ടു ദ എലമെന്റ് dx. ഓക്കെ, I എന്താണ്? കറന്റ് ലിവിംഗ് ദ എലമെന്റ് dx. ഓക്കെ, അപ്പൊ നമ്മള് dx എന്ന് പറയുന്ന എലമെന്റ് കൺസിഡർ ചെയ്താല് zdx എന്ന് പറയുന്ന സീരീസ് ഇംപിഡൻസ് ആണ്, ydx എന്ന് പറയുന്ന ഷണ്ട് അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, zdx സീരീസ് ഇംപിഡൻസ്, ydx ഷണ്ട് അഡ്മിറ്റൻസ്. ഓക്കെ, അപ്പൊ വോൾട്ടേജ് dv എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ച്വലി വോൾട്ടേജ് dv izdx ആയിരിക്കില്ലേ? ആണല്ലോ, izdx ആണ് വോൾട്ടേജ് dv എന്ന് പറയുന്നത്. സോ dv ബൈ dx എഴുതി എന്ത് കിട്ടും? എനിക്ക് iz എന്ന് കിട്ടും അല്ലെ? dx ഇപ്പുറത്തോട്ട് എടുത്താല് dv ബൈ dx ഈസ് ഈക്വൽ ടു iz എന്നായി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ dv ബൈ dx ഈക്വൽ ടു iz. ഓക്കെ, അതുകൂടാതെ കറന്റ് എൻറ്ററിംഗ് എലമെന്റ് നമുക്കറിയാം എന്താണ്? I പ്ലസ് di ആണ്. അതിൽ പുറത്തോട്ട് ഇറങ്ങുന്ന കറണ്ട് I ആണ്. സോ ആ ഷണ്ട് ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? ഇറ്റ്സ് di.
So di is the current through shunt admittance of element, that is equal to Vy dx എന്നാണ്. So di is equal to Vy dx. So di by dx is equal to Vi എന്നായിരിക്കും. ആണല്ലോ, di by dx equal to Vi. This is equation number 2. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഴുതിയല്ലോ dv by dx is equal to ix iz എന്ന് പറയുന്ന ഇക്വേഷൻ. അതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു x. സോ d സ്ക്വയർ v by dx സ്ക്വയർ ഈക്വൽ z into di by dx എന്ന് കിട്ടും. ഓക്കെ, അതിൽ di by dx എന്താണ്? vy ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ z into vy എന്ന് കിട്ടും. ഓക്കെ, സോ d സ്ക്വയർ v by dx സ്ക്വയർ ഈക്വൽ ടു y z v എന്ന് കിട്ടും എനിക്ക്. ഓക്കെ, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? v is equal to k1 cos h x root yz plus k2 sin h x root yz എന്ന് കിട്ടും. ഓക്കെ, ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ ആണ് ഞാൻ എന്ത് എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ നമ്മൾ നാലാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുന്നേ എഴുതിയത് ഈ ഇക്വേഷൻ. ഈ സൊല്യൂഷനെ ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ചെയ്ത എന്ത് കിട്ടും? നിങ്ങൾ നോക്കിയേ, dv by dx is equal to k1 root yz sin h x root yz, okay, plus k2 root yz cos h x root yz എന്ന് കിട്ടും. ഓക്കെ, അതിനകത്ത് നമുക്കൊരു കാര്യം അറിയാം, dv by dx എന്ന് പറയുന്നത് iz ആണ്. ഓക്കെ, iz ഇവിടെ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? iz is equal to k1 root yz sin h x root yz, k2 root yz cos h x root yz കിട്ടുമല്ലോ. ഓക്കെ, അതിനകത്ത് z ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്താൽ എനിക്ക് ഐയുടെ വാല്യൂ കിട്ടും. i is equal to square root of y by z into k1 sin h x root yz plus k2 cos h x root yz എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് കറന്റ് ഇക്വേഷൻ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ നമ്പർ 4 കിട്ടിയത്? വോൾട്ടേജ് വിയുടെ ഇക്വേഷൻ. നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് വോൾട്ടേജ് വി ആണ് എനിക്ക് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കിട്ടിയത്. 5 എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? കറന്റും കണ്ടുപിടിച്ചു. സോ 4ഉം 5 എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻസ് ഫോർ വി ആൻഡ് ഐ ഇൻ ദ ഫോം ഓഫ് അൺനോൺ കോൺസ്റ്റന്റ് k1 ആൻഡ് k2 ആണല്ലോ. നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? k1ന്റെയും k2ന്റെയും വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? n കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആ ഫിഗർ കൺസിഡർ ചെയ്യാം. x ഈക്വൽ ടു 0 പറയുമ്പോൾ എന്തായിരിക്കും? x ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേജിൽ v ഈക്വൽ ടു vr ആയിരിക്കും. അതുകൂടാതെ i ഈക്വൽ ടു ir ആയിരിക്കും. ഇത് രണ്ടും ഇക്വേഷൻ നമ്പർ 4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ കിട്ടും നിങ്ങൾക്ക്. vr is equal to k1 cos h 0 plus k2 sin h 0, that is equal to k1 plus 0. അതിൽ നിന്നും vr is equal to k1 എന്ന് കിട്ടും. k1 ന്റെ വാല്യൂ എന്ത് കിട്ടി? എനിക്ക് vr എന്ന് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ x equal to 0 നമ്മൾ ഇട്ട് കൊടുത്താൽ v equal to vr, i equal to ir, അത് ഇക്വേഷൻ നമ്പർ 5 നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് k2 is equal to square root of z by y ir എന്ന് കിട്ടും. സോ k1 ഉം കിട്ടി, നമുക്ക് k2 ഉം കിട്ടി. ഓക്കെ, k1 ഉം കിട്ടി, നമുക്ക് k2 ഉം കിട്ടി. ഓക്കെ, എന്താ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്? നമുക്ക് k1ന്റെ വാല്യൂം k2ന്റെ വാല്യൂം നമ്മൾ നേരത്തെ ആ k1 k2ന് പകരം നമ്മൾ ഇക്വേഷൻ നമ്പർ 4ലും 5ലും ആയിട്ട് നമ്മൾ മാറ്റി എഴുതും. സോ വിയുടെയും ഐയുടെയും ഇക്വേഷൻ k1 k2 റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ എഴുതി. k1 k2 നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ എന്ത് എഴുതി? അതിനെ മാറ്റി എഴുതി കഴിഞ്ഞു. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സെൻഡിങ് എൻഡ് വോൾട്ടേജും സെൻഡിങ് എൻഡ് കറന്റിന്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സെൻഡിങ് എൻഡ് വോൾട്ടേജിന്റെയും സെൻഡിങ് എൻഡ് കറന്റിന്റെയും ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ എൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. കാരണം എക്സിന്റെ വാല്യൂ, അതായത് ആ നമ്മുടെ എലമെന്റ് തൊട്ട് മുന്നേ വരെ ലെങ്ത് എൽ ആണ്. സോ എക്സിന്റെ വാല്യൂ എൽ ഇട്ട് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ എബോവ് ഇക്വേഷൻ എന്തായിട്ട് മാറും? സെൻഡിങ് എൻഡ് വോൾട്ടേജിന്റെയും സെൻഡിങ് എൻഡ് കറന്റിന്റെയും ഇക്വേഷൻ ആയിട്ട് മാറും. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്തിയ എന്ത് കിട്ടും? vs is equal to vr cos h l root yz plus root of z by y ir sin h l root yz എന്ന് കിട്ടും. is എന്താണ്? root of y by z vr sin h l root yz plus ir cos h l root yz എന്ന് കിട്ടും. ഓക്കെ, അതിനകത്ത് l root yz നെ എനിക്ക് മാറ്റി എഴുതാൻ പറ്റും.
എങ്ങനെ സ്ക്വയർ റൂട്ട് ഓഫ് LY ഇൻറ്റു LZ എന്നാണ്. ഓക്കെ, LY എന്താണ് ആക്ച്വലി L ഇൻറ്റു Y, അതായത് അഡ്മിറ്റൻസ് എൻറ്റയർ ഓവർ ദ ലെങ്ത് L, ദാറ്റ് ഈസ് ക്യാപിറ്റൽ Y എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ സീരീസ് ഇംപിഡൻസ് ഓവർ ദ ലെങ്ത് L, ദാറ്റ് ഈസ് ക്യാപിറ്റൽ Z. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞാല് capital Y is the total shunt admittance of the line and capital Z is the total series admittance of the series impedance of the line. Okay, അതുപോലെ റൂട്ട് ഓഫ് വൈ ഇസഡിനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് വൈ ബൈ ഇസഡിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് YL ഡിവൈഡഡ് ബൈ ZL ആണ്. YL ഈസ് ക്യാപിറ്റൽ Y, ZL ഈസ് ക്യാപിറ്റൽ Z. സോ റൂട്ട് ഓഫ് Y ബൈ Z എന്ന് കിട്ടും. ഓക്കെ, സോ L റൂട്ട് വൈ ഇസഡിന് റൂട്ട് ഓഫ് ക്യാപിറ്റൽ Y ഇൻറ്റു ക്യാപിറ്റൽ Z എന്നും റൂട്ട് ഓഫ് Y ബൈ ഇസഡിന് സ്ക്വയർ റൂട്ട് ഓഫ് Y ക്യാപിറ്റൽ Y ബൈ ക്യാപിറ്റൽ Z എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എബവ് ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാലോ. അതെങ്ങനെ ചെയ്യാം? നോക്കിയേ, ഇതുപോലെയല്ലേ കിട്ടുന്നത്. സോ VS is equal to VR cos H root YZ plus IR root of Z by Y sin H root YZ. IS equal to VR root Y by Z sin H root YZ plus IR cos H root YZ എന്ന് കിട്ടും. Okay, this is the equation for VS and IS. Okay, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് കൂടാതെ എന്തും കൂടെ ചെയ്യാം, ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യാം? cos H root YZ എന്ന് പറയുന്നത് 1 plus Z by divided by 2 plus Z square Y square by 24 plus etc എന്നാണ്. sin H root YZ എന്ന് പറയുന്ന റൂട്ട് YZ plus YZ raised to 3 by 2 divided by 6 plus etc അങ്ങനെ പോകുന്ന എക്സ്പാൻഷൻ ആണ് ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഫോർ എ long line by rigorous method. Okay, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റന്റ്സ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ഒരു 4 ടെർമിനൽ നെറ്റ്വർക്ക്. ഓക്കെ, എന്താണ് ഒരു 4 ടെർമിനൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഒരു ഇൻപുട്ട് ടെർമിനലും കാണും, ഒരു ഇൻപുട്ട് പോർട്ടും കാണും, ഒരു ഔട്ട്പുട്ട് പോർട്ടും കാണും. ഓക്കെ, അങ്ങനത്തെ ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻപുട്ട് വോൾട്ടേജും അതുകൂടാതെ ഇൻപുട്ട് കറണ്ടും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെയും ഔട്ട്പുട്ട് കറണ്ടിന്റെയും ടേംസിൽ എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 4 ടെർമിനൽ ഡിവൈസ് ആണല്ലോ. ഇൻപുട്ടിലും 2 ടെർമിനൽ ഉണ്ട്, ഔട്ട്പുട്ടിലും 2 ടെർമിനൽ ഉണ്ട്. സോ 2 ഇൻപുട്ട് ടെർമിനൽസ്. ഓക്കെ, അതിലാണ് പവർ എൻ്റർ ചെയ്യുന്നത്. അതുകൂടാതെ 2 ഔട്ട്പുട്ട് ടെർമിനൽ ഉണ്ട്, അതിൽ നിന്നാണ് പവർ നെറ്റ്വർക്കിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻപുട്ട് വോൾട്ടേജ് VS, ഇൻപുട്ട് കറണ്ട് IS. ഓക്കെ, അത് ഒരു 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ബൈ ദിസ് ഇക്വേഷൻ. നോക്കിയോ ഒന്ന്, VS is equal to AVR plus BIR, IS is equal to CVR plus DIR. Okay, അതിൽ VS എന്താണ്? ആക്ച്വലി is the sending end voltage per phase, IS is the sending end current per phase. Okay, അതുകൂടാതെ VR is the receiving end voltage per phase, IR is the receiving end current. Okay, അപ്പോൾ നമ്മൾ സെൻഡിങ് എൻഡ് വോൾട്ടേജിനെയും സെൻഡിങ് എൻഡ് കറണ്ടിനെയും റിസീവിംഗ് എൻഡ് വോൾട്ടേജിന്റെയും റിസീവിംഗ് എൻഡ് ടേംസിന്റെയും എഴുതി. അതിലെ കോൺസ്റ്റന്റ്സ് ആണ് ABCD എന്നുള്ള എലമെന്റ്സ് വരുന്നത്. ഓക്കെ, അതില് നമ്മൾ പറഞ്ഞു ABCയുടെ ടേംസിലാണ് നമ്മൾ ഏതിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത്? സെൻഡിങ് എൻഡ് വോൾട്ടേജിനെയും അതുപോലെ സെൻഡിങ് എൻഡ് കറണ്ടിനെയും വിത്ത് റെസ്പെക്ട് ടു റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ആൻഡ് റിസീവിംഗ് എൻഡ് കറണ്ടുമായിട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതില് ABCD യൂഷ്വലി ദേ ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തിനെയാണ് ആ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർട്ടിക്കുലർ മെത്തേഡ് ദാറ്റ് അഡോപ്റ്റഡ് ഫോർ ദ സോൾവിംഗ് ഫോർ എ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ഒരു ട്രാൻസ്മിഷൻ ലൈൻ സോൾവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന പെർട്ടിക്കുലർ മെത്തേഡിനെയാണ് ആക്ച്വലി ഇതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ വാല്യൂസ് നമുക്ക് അറിയുമെന്ന് വിചാരിക്കാം. Once the values of these constants are known, നമുക്ക് എന്താണ്
നമ്മുടെ ഈ പെർഫോമൻസ് കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന കുറെ കൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്, എ ബി സി ഡി എന്ന് പറയുന്നത് ദേ ആർ ജനറലി കോംപ്ലക്സ് നമ്പേഴ്സ്. അതില് എ ആൻഡ് ഡി ആർ ഡയമെൻഷൻലെസ്, whereas dimensions of B and C are ohms and siemens. ഓക്കെ, ബിയും സിയും ഓംസും സീമൻസും ആണ്, മറ്റേതിന് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, പിന്നെ ഉള്ള ഒരു കാര്യം, ഫോർ എ ഗിവൺ ട്രാൻസ്മിഷൻ ലൈൻ വാല്യൂ ഓഫ് എ ഈക്വൽ ടു ഡി, അതുകൂടാതെ എ ഡി മൈനസ് ബി സി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ലോങ്, ഷോർട്ട്, മീഡിയം ഇതിന്റെയൊക്കെ കേസിൽ നമുക്ക് എ ബി സി ഡി എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഈ ജനറലൈസ്ഡ് കോൺസ്റ്റന്റ്സ് ഡിറൈവ് ചെയ്യാം എന്നുള്ള കാര്യം. ഇക്വേഷൻ മൈൻഡിൽ വെക്കുക, വി എസ് ഇസ് ഈക്വൽ ടു എ വി ആർ പ്ലസ് ബി ഐ ആർ, ഐ എസ് ഇസ് ഈക്വൽ ടു സി വി ആർ പ്ലസ് ഡി ഐ ആർ. ഓക്കെ, നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു ഷോർട്ട് ലൈൻ ആണ്, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനകത്ത് ഷണ്ട് കപ്പാസിറ്റൻസ് ഇല്ല, നമ്മളത് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് സീരീസ് ഇമ്പിഡൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ചിത്രം ഒന്ന് നോക്കിയേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. സെൻഡിങ് എൻഡ് കറന്റ് ഈസ് ഈക്വൽ ടു റിസീവിംഗ് എൻഡ് കറന്റ്, ദാറ്റ് ഈസ് ഐ എസ് ഇസ് ഈക്വൽ ടു ഐ ആർ. അതുപോലെ സെൻഡിങ് എൻഡ് വോൾട്ടേജ് വി എസ് ഇസ് ഈക്വൽ ടു വി ആർ പ്ലസ് ഐ ആർ ഇൻറ്റു ഇസഡ് എന്നാണ്. ഓക്കെ, സോ ഐ എസ് ഈക്വൽ ടു ഐ ആർ, വി എസ് ഇസ് ഈക്വൽ ടു വി ആർ പ്ലസ് ഐ ആർ ഇൻറ്റു ഇസഡ്. നമുക്ക് വി എസിന്റെയും ഐ എസിന്റെയും ഇക്വേഷൻ ഉണ്ട്, എ വി ആർ പ്ലസ് ബി ഐ ആർ, ഐ എസ് ഇസ് ഈക്വൽ ടു സി വി ആർ പ്ലസ് ഡി ഐ ആർ. നമ്മൾ അതിനെ 1, 2 എന്ന് വിളിച്ചു, ഇതിനെ 3, 4 എന്ന് വിളിച്ചു. സോ ഈ 3ഉം 4ഉം 1ഉം 2 ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എയുടെ വാല്യൂ എന്താണ്? ഇവിടെ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഓക്കെ, അതുകൂടാതെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇല്ലല്ലോ, സിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഡിയുടെ വാല്യൂ 1 ആണ്. സോ നമ്മളിപ്പം ഷോർട്ടിന്റെ കേസിൽ എഴുതിയ ഇക്വേഷന് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എ ബി സി ഡി എന്ന് പറയുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നോക്കുക നിങ്ങൾ, എ ഈക്വൽ ടു 1 ആൻഡ് ഡി ഈക്വൽ ടു 1. ഓക്കെ, സോ എ ഈക്വൽ ടു ഡി തന്നെ അല്ലേ കിട്ടുന്നത്. പിന്നെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാനുണ്ട്, എ ഡി മൈനസ് ബി സി. നോക്കിയേ, എ ഡി മൈനസ് ബി സി എന്താണ്? 1 into 1 minus z into 0, that equal to 1. That is AD minus BC equal to 1, A equal to D. നമുക്ക് സാറ്റിസ്ഫൈ ആയല്ലോ. സോ നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ എന്ത് കണ്ടുപിടിച്ചു? എ ബി സി ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ചു, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ആയി. ഓക്കെ, അതുപോലെ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ തന്നെ നോമിനൽ ടി മെത്തേഡ്. ഓക്കെ, മീഡിയത്തിന്റെ കേസിൽ നോമിനൽ ടി മെത്തേഡ്. എന്താണ് നോമിനൽ ടി മെത്തേഡ്? മൈൻഡിലോട്ട് ഓർമ്മ വരണം, നമ്മൾ ഓൾറെഡി കവർ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഷണ്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ മിഡിൽ പോയിന്റിലാണ് ലംബ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ആ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈഡ് Z/2, മറ്റേ സൈഡ് Z/2. സെൻഡിങ് എൻഡ് കറന്റ് ഈസ് IS, റിസീവിംഗ് എൻഡ് കറന്റ് ഈസ് IR. ഷണ്ട് എലമെന്റ് Y ആണ്, IC ഇങ്ങോട്ട് ഇറങ്ങുന്ന കറന്റ് ആണ്. therefore VS is equal to V1 IS into Z/2. V1 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ആക്ച്വലി V1 is equal to VR plus IR into Z/2 അല്ലേ? കൂടാതെ കറന്റ് IC എന്താണ്? IS മൈനസ് IR ആണ് അല്ലേ? സോ നമുക്ക് ഈ ഡയഗ്രാം മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, എന്താ അടുത്തത് ചെയ്യുന്നത്? നമ്മള് കറണ്ടിന്റെ വാല്യൂ IC ഈക്വൽ ടു IS മൈനസ് IR ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. IS മൈനസ് IR, ICയുടെ വാല്യൂ ആക്ച്വലി V1 into Y അല്ലേ? ആ ഡയഗ്രാം മൈൻഡിൽ ഉണ്ടെങ്കിൽ കിട്ടും നിങ്ങൾക്ക്. V1 എന്ന് പറയുന്ന ഷണ്ട് എലമെന്റ് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്, Y എന്ന് പറയുന്ന ഷണ്ട് അഡ്മിറ്റൻസ് ആണ്. സോ V1 into Y ആണ് കറണ്ട് IC എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് Y പുറത്തെടുത്ത് വെച്ചിട്ട് V1 ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. തൊട്ട് മുകളിൽ എന്താണ് V1 ഇക്വേഷൻ? VR പ്ലസ് IR into Z/2 എന്നാണ്. ഓക്കെ, സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കാം. Y into VR plus IR into Z/2 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? V1 into Y ക്ക് കിട്ടുന്നത്. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഇത് നമ്മുടെ ICയുടെ ഇക്വേഷൻ ആണ് അല്ലെ? IC എന്താണ്? IS മൈനസ് IR ആണ്. സോ IS മൈനസ് IR ഈക്വൽ ടു Y into VR plus IR Z/2 എന്നാണ്. അതിനകത്ത് നിന്ന് IS കണ്ടുപിടിക്കണമെങ്കിൽ IR ഇപ്പുറത്തോട്ട് എടുത്താൽ മതിയല്ലോ.
So IR plus YVR plus Y into IR Z by 2 എന്ന് കിട്ടും. ഓക്കെ, YVR plus IR കോമൺ എടുത്തു കഴിഞ്ഞാൽ IR into 1 plus YZ by 2 എന്ന് കിട്ടും. ഓക്കെ, YVR plus IR into 1 plus YZ by 2 ആണ് എന്തിന്റെ ഇക്വേഷൻ? IS ന്റെ ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ ഓർത്ത് വെക്കുക. IS എന്ന് പറയുന്ന ഇക്വേഷൻ മൈൻഡിൽ വെക്കുക. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്ന ആക്ച്വലി എന്താണ്? നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ നമ്മുടെ കറണ്ടിന്റെ ഇക്വേഷൻ. ഈ കറണ്ട് അല്ല, സോറി, വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഈ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഇക്വേഷൻ നമ്പർ 5-ല് V1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ താഴെ എഴുതിയ V1ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? VS is equal to VR plus IR into Z by 2 plus IS into Z by 2 എന്ന് കിട്ടും. ഓക്കെ, അതിൽ ISന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എനിക്ക് VSന്റെ ഇക്വേഷൻ എന്ത് കിട്ടും? 1 plus YZ by 2 into VR plus Z plus YZ square by 4 into IR എന്ന് കിട്ടും. സോ നമുക്ക് ISന്റെ ഇക്വേഷൻ ആയി, VSന്റെ ഇക്വേഷൻ ആയി, സെൻഡിങ് ആൻഡ് കറണ്ട് ആയി, സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ആയി. ഓക്കെ, നമ്മുടെ നോർമൽ ഇക്വേഷൻ അറിയാലോ. നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ 1, 2 ഓർത്ത് വെക്കണേ. AVR plus BIR, CVR plus DIR. ഈ ഇക്വേഷൻ ആയിട്ട് എന്തിനെ കമ്പയർ ചെയ്യുക? ഈ ISന്റെ VSന്റെ ഇക്വേഷനെ കമ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ, ഡിയുടെ വാല്യൂ ഇതൊക്കെ കിട്ടും. A equal to D equal to 1 plus YZ by 2, B equal to Z into 1 plus YZ by 4 and C equal to Y എന്ന് കിട്ടും. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് AD minus BC ചെയ്താൽ നിങ്ങൾക്ക് 1 എന്നും കൂടെ കിട്ടും. So this is the ABCD constant equation for a nominal T method. Okay, medium lines-ലെ nominal T method-ലെ equations ആണ് നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തത്. ഓക്കെ, അതുകൂടാതെ നോമിനൽ പൈ മെത്തേഡിന്റെ കേസിൽ, ഓക്കെ, നോമിനൽ പൈ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഫിഗർ മൈൻഡിൽ ഉണ്ടാവണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ കപ്പാസിറ്റൻസ് സെൻഡിങ് എൻഡിലും റിസീവിംഗ് എൻഡിലും ഹാഫ് ആയിട്ട് കിടക്കും. Y/2 നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഈ നോമിനൽ പൈ മെത്തേഡ് എന്ന് പറയുന്ന സാധനം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാല് ദ ലൈൻ ടു ന്യൂട്രൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 2 ഹാഫ് ആയിട്ട് ഡിവൈഡ് ആവും. ഒരു ഹാഫ് എന്ന് പറയുന്നത് എവിടെ? സെൻഡിങ് എൻഡ് സൈഡിലും, മറ്റൊരു ഹാഫ് എന്ത് ചെയ്യുന്നു? റിസീവിംഗ് എൻഡ് സൈഡിലും കിടക്കും. ഓക്കെ, Z എന്ന് പറയുന്ന സീരീസ് ഇംപിഡൻസ് ആണ്. സെൻഡിങ് എൻഡ് കറണ്ട് IS, IC2 ഇങ്ങോട്ട് ഇറങ്ങുന്ന കറണ്ട്, IC1 ഇങ്ങോട്ട് ഇറങ്ങുന്ന കറണ്ട്, IR റിസീവിംഗ് എൻഡ് കറണ്ട്. ഓക്കെ, Z എന്താണ് ആക്ച്വലി? ഇറ്റ് ഈസ് R plus JXL എന്നാണ് അല്ലേ? Y എന്താണ് ആക്ച്വലി? JωC, ദാറ്റ് ഈസ് ഷണ്ട് അഡ്മിറ്റൻസ്. ഓക്കെ, കറണ്ട് IS ഈസ് ദ സം ഓഫ് IL plus IC2. IL ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ആണ്. സോ IL plus IC2 ആണ് ആക്ച്വലി എന്ത്? നമ്മുടെ സെൻഡിങ് എൻഡ് കറണ്ട് IS എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ IC2-നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ IS is equal to IL plus VS into Y/2 എന്ന് എഴുതാൻ പറ്റും എനിക്ക്. ഓക്കെ, IS is equal to IL plus VS into Y/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് നോക്കിയാൽ നിങ്ങൾ IL എന്ന് പറയുന്ന കറണ്ട് എന്താണ് ആക്ച്വലി? IR plus IC1 ആണ്. ഓക്കെ, IR plus IC1 എന്താണ് ആക്ച്വലി? VR into Y/2 എന്നാണ്. ആണല്ലോ, VR into Y/2. സോ IL-ഉം കിട്ടി, IS-ഉം കിട്ടി നമുക്ക്. സോ അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന VS-ന്റെ ഇക്വേഷൻ. VS എന്ന് പറയുന്നത് VR plus IL into Z എന്നാണ് അല്ലേ? VR plus IL-ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IR plus VR into Y/Z, സോറി, VR into Y/2 into Z എന്ന് വരും. ഓക്കെ, അതായത് ഈ കിട്ടിയ IL-ന്റെ വാല്യൂ ഞാൻ ഇത് ഇപ്പുറത്തിട്ട് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് VS-ന്റെ ഇക്വേഷൻ എന്ത് കിട്ടും? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ VS is equal to VR into 1 plus YZ by 2 plus IR into Z എന്ന് കിട്ടുമല്ലോ. കൂടാതെ നമുക്ക് IS-ന്റെ ഇക്വേഷൻ അറിയാം, എന്താണ്? IL plus VS Y/2 എന്നാണ് അല്ലേ? അതിൽ VS-ന് പകരം ഇത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? IR plus VR Y/2 plus VS Y/2 എന്ന് കിട്ടും. ഓക്കെ,
അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? IS ന്റെയും ഇക്വേഷൻ കിട്ടും, VS ന്റെയും ഇക്വേഷൻ കിട്ടും. അങ്ങനെയല്ലേ നമുക്ക് ആക്കേണ്ടത്. അങ്ങനെ ആക്കിയാലേ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ നോർമൽ ഇക്വേഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അടുത്ത ഘട്ടത്തിൽ നോക്കി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. VS ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എനിക്ക് IS ന്റെ ഇക്വേഷൻ എന്ത് കിട്ടും? IR plus VR y/2 plus y/2 into VR into 1 plus YZ/2 plus IRZ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ എന്താ ഞാൻ ചെയ്ത്? നമ്മുടെ മേളത്തെ ഇക്വേഷനകത്ത് VS ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇങ്ങനെ കിട്ടി. അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യണം? ദിസ് കോംപ്ലിക്കേറ്റഡ്. അതിന് എന്ത് ചെയ്യണം? ഞാൻ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. സോ എക്സ്പാൻഡ് ചെയ്യുക ഇക്വേഷനെ. എക്സ്പാൻഡ് ചെയ്തിട്ട് IR-ഉം VR-ഉം കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. സോ നമുക്കിപ്പോ എന്തൊക്കെ ഇക്വേഷൻസ് കിട്ടി? നമ്മുടെ IS ന്റെയും ഇക്വേഷൻ കിട്ടി, VS ന്റെയും ഇക്വേഷൻ കിട്ടി. നോർമലി നമുക്ക് IS നും VS നും ഉള്ള ABCD വെച്ചുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിനെയും ഇതിനെയും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? A = D = 1 plus YZ/2 എന്ന് കിട്ടും. B = Z ആണ്. C = Y into 1 plus YZ/4 എന്ന് കിട്ടും. ഓക്കെ, സോ AD/BC നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ =1 എന്നും പറഞ്ഞ് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് നോമിനൽ പൈ മെത്തേഡിന്റെ കേസിൽ ABCD കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ നമ്മൾ ലോങ് ലൈനിന്റെ റിഗറസ് മെത്തേഡിൽ നമുക്ക് എങ്ങനെ ഈ സംഭവങ്ങൾ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, സെൻഡിങ് ആൻഡ് കറണ്ടും റിസീവിംഗ് ആൻഡ് കറണ്ടും ഇക്വേഷൻ നമ്മൾ റിഗറസ് മെത്തേഡ് വഴിയുള്ള ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ്? VS is equal to VR cos h root YZ plus IR root Z/Y sin h root YZ. IS is equal to VR root Y/Z sin h root YZ plus IR cos h root YZ എന്നാണ്. VS ന്റെ IS ന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ അതിൽ തന്നെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ABCD കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള റിലേഷൻ VS-ഉം IS-ഉം നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ 1, 2 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതിനെ രണ്ടിനും പരസ്പരം കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും A = D = cos h root YZ. B എന്താണ്? root Z/Y sin h root YZ എന്നാണ്. C = root Y/Z sin h root YZ എന്നാണ്. ഓക്കെ, ഇൻസിഡന്റലി AD - BC എന്താണ്? ആക്ച്വലി 1 തന്നെ കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ABCD കോൺസ്റ്റന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ലോങ്ങിന്റെ കേസിൽ, ഷോർട്ടിന്റെ കേസിൽ, മീഡിയത്തിന്റെ കേസിൽ, മൂന്നിന്റെ കേസിലും അതെങ്ങനെ ഡിറൈവ് ചെയ്തു നമ്മൾ. ഓക്കെ, പിന്നെ നമ്മൾ ലോങ് റിഗറസ് മെത്തേഡിന്റെ അനാലിസിസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇക്വേഷൻസ് എല്ലാം എഴുതി തന്നെ പഠിക്കുക, ഡിറൈവ് ചെയ്ത് തന്നെ പഠിക്കുക. വീഡിയോസ് ഒന്നുകൂടെ കാണാം, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇനി ഇതിന്റെ പ്രോബ്ലംസും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു.